അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഹൂഷു അടുത്ത ദിവസം പോയത് ഒരു സെമിത്തേരിയിലേക്കായിരുന്നു. അവിടെ അവരെ വെയിറ്റ് ചെയ്ത് ഒരു അമ്മയും മകനും നിൽപ്പുണ്ടായിരുന്നു. ആ ലേഡിയുടെ ഹസ്ബൻഡ് ഹാനിൻ്റെ മെമ്മോറിയൽ ദിവസമാണെന്ന്. അതിനാണ് എല്ലാവരും കൂടി വന്നിരിക്കുന്നത്. ഹൂഷുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു ഈ ഹാൻ. ന്യൂ ഇയർ അടുക്കാറായതുകൊണ്ട് അച്ഛൻ കുറച്ച് ക്യാഷ് ആ പയ്യന് ന്യൂ ഇയർ ഗിഫ്റ്റായി നൽകുന്നുണ്ട്. കല്ലറയ്ക്ക് മുന്നിലെത്തി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് അവർ ഓർമ്മ പുതുക്കുന്നു. ഹൂഷുവിൻ്റെ അച്ഛൻ്റെ കാലിന് പരിക്ക് പറ്റുന്നതിന് മുമ്പ് അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ് ഈ ഹാൻ. ഷീവൻ്റെ അച്ഛൻ കാരണം ഒരു ബിൽഡിങ് തകർന്നിരുന്നല്ലോ. അന്ന് ആ ആക്സിഡൻറ്റിലാണ് ഹാൻ കൊല്ലപ്പെട്ടത്. ഷീവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതിന് അവിടെ പ്രശ്നമുണ്ടാക്കാൻ ചെന്നവരുടെ കൂട്ടത്തിൽ ആ ലേഡിയും ഉണ്ടായിരുന്നു. അന്ന് അവർ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ അപകടത്തിൽ തന്നെയാണ് ഹൂഷുവിൻ്റെ അച്ഛൻ്റെ കാലിന് പരിക്ക് പറ്റിയതെന്ന് തോന്നുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് ഇതുവരെ ഉറപ്പായിട്ടില്ല. ഷീവും അന്ന് അച്ഛൻ്റെ മെമ്മോറിയൽ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവൻ അവിടെ ഇരിക്കുമ്പോൾ ഷിൻ ഒരു ബൊക്കയുമായി എത്തുന്നു. ഷിന്നിൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ് അവനെ. പക്ഷേ ഷിയു ആ ബൊക്ക അവിടെ വെക്കാൻ സമ്മതിക്കാതെ എടുത്ത് അവൻ്റെ മുന്നിലേക്ക് തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിലും പണ്ട് മുതലേ നിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഷിൻ ആ ബൊക്കെ തിരികെ അവിടെ എടുത്ത് വെക്കുന്നു. ഷിയു ഇത് കേട്ടുകൊണ്ട് കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഷിൻ ഷാവോയി എന്ന പേര് വിളിച്ച് ഷിൻ അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഷീവിൻ്റെ ശരിക്കുള്ള പേര് അതാണ്. അവൻ്റെ അച്ഛൻ്റെ മരണശേഷം ആ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്താണല്ലോ അവൻ്റെ അമ്മ രണ്ടാമത്തെ വിവാഹം കഴിച്ചത്. അന്ന് അവൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ അമ്മയും സ്റ്റെപ്പ് ഫാദറും കൂടി ആ പേര് മാറ്റിയത്. ഇനി മുതൽ ആരുടെയും മുന്നിൽ വെച്ച് അവനെ ആ പേര് വിളിക്കരുത് എന്ന് ആദ്യമായി ഷിയോനെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന ദിവസം ഷിന്നിൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞിരുന്നു. സ്വന്തം പേര് ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം തീർക്കാനാണ് അവൻ ഗെയിമിലെ ക്യാരക്ടറിന് ആ പേര് നൽകി ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇത്രയും കാലം സൂലിൻ അവൻ്റെ ആ പേര് മറച്ചു വെച്ച് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും അത് പുറത്ത് വന്നു കഴിയുമ്പോൾ അത് സൂലിങ്ങിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുകയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ ഷിൻ അവനോട് പറയുന്നുണ്ട്. അവൻ്റെ ശരിക്കുള്ള പേരും ഐഡൻറ്റിറ്റിയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ കൂടെ ഉള്ളവരൊക്കെ അപ്പോഴും കാണുമോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. ഹൂഷുവിനെയാണ് അവൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഷിയോദിനൊന്നും മറുപടി പറയുന്നില്ല. പക്ഷേ സൂലിങ്ങിന് ഒരു പ്രശ്നമുണ്ടാവാൻ പോകുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ടായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ ഓരോ വൃത്തിയായിട്ട പ്രവൃത്തി കാരണം തന്നെ ആയിരിക്കും എന്നൊരു വാണിംഗ് പോലെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഷിൻ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ബൊക്കെ നൽകിയതും ശിവനത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അച്ഛന് അതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. അമ്മയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അയാളെ കടമ അങ്ങനെ പൂർത്തിയാക്കി എന്നേ ഉള്ളൂ. ഹൂഷുവും ബാക്കിയുള്ളവരും ഈ സമയം തിരികെ പോവുകയായിരുന്നു. ഹാനിൻ്റെ മരണത്തോടെ ആ കുടുംബം തകർന്നതിനാൽ ഹൂഷുവിൻ്റെ ഫാമിലി ഫിനാൻഷ്യലായിട്ട് ഇടയ്ക്കിടെ അവർക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ആ പയ്യൻ ഇപ്പോൾ പഠിക്കുകയാണ്. പക്ഷേ ട്യൂഷൻ ഫീസിനും മറ്റുമായി അവൻ്റെ അമ്മ ഇപ്പോഴും കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നതിനാൽ പഠിത്തമൊക്കെ മതിയാക്കി എന്തെങ്കിലും ജോലി ചെയ്ത് അമ്മയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അവനത് ഹൂഷുവിനോട് പറയുന്നു. അങ്ങനെ അവൻ ഇടയ്ക്ക് വെച്ച് പഠിത്തം മതിയാക്കിയാൽ അതാവും അവൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഐഡിയ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഹൂഷു അവനോട് പറയുന്നു. അന്ന് രാത്രി ഷിൻ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഷിയുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നു. അവിടെ ചെന്നപ്പോൾ താഴത്തെ ബാൽക്കണിയിൽ ഹൂഷുവും ഉറക്കം വരാതെ നിൽപ്പുണ്ട്. ഉറക്കം വരാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഹൂഷു അവനൊരു സോങ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അവളത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവനും അത് കേൾക്കാൻ തുടങ്ങുന്നു. എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ആ ടീമിൻ്റെ ലൈവ് ഷോയ്ക്ക് അവനെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹവും ഹൂഷു അപ്പോൾ പറയുന്നു. അവനത് സമ്മതിക്കുകയും ചെയ്യുന്നു. ആ ഡിസൈൻ മത്സരത്തിൽ ഷിയോ ആണ് വിന്നായെങ്കിലും ഇപ്പോഴും എങ്ങനെയെങ്കിലും ആ പ്രോജക്റ്റ് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ഷിൻ ഓരോ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവൻ അതിന് വേണ്ടിയിട്ട് ഒരു പണി ഒപ്പിക്കുന്നു. ഷിയോവിൻ്റെ ടീമിന് 3D മെറ്റീരിയൽസ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് മുമ്പ് വു എന്ന് പറയുന്ന ഒരാളുമായിട്ട് മീറ്റ് ചെയ്തവർ സംസാരിച്ചിരുന്നല്ലോ. അയാളെ ഷിൻ കണ്ടിട്ട് അയാളെ ആ ഡീലിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഷിന്നിൻ്റെ കമ്പനി വലിയ കമ്പനിയാണല്ലോ. അവിടെ നിന്ന് മറ്റു പല പ്രോജക്റ്റുകളും അയാൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അങ്ങനെ ഷിയുവിൻ്റെ കമ്പനിയുമായി സഹകരിക്കില്ല എന്ന് അയാൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അയാൾ മെറ്റീരിയൽ നൽകില്ല എന്നറിഞ്ഞതോടെ ഷിയുവിൻ്റെ കമ്പനി ആ ഫീൽഡിലുള്ള വേറെ പലരുമായിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെയൊക്കെ തന്നെ നേരത്തെ ഷിൻ കോൺടാക്റ്റ് ചെയ്തിരുന്നതിനാൽ എല്ലാവരും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് തങ്ങൾക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നുണ്ട്. ഇപ്പോൾ ഷിയുവിൻ്റെ കമ്പനിക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ ആളില്ലാതായിരിക്കുകയാണ്. ഈ ഒരു മെറ്റീരിയലിന് പകരം മറ്റേതെങ്കിലും ഐറ്റം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം മീറ്റിങ്ങിൽ സുൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും തങ്ങളുടെ ഡിസൈൻ്റെ ഹൈലൈറ്റ് തന്നെ ആ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് ഹൂഷുവും ഷിയുവും ഒരേപോലെ പറയുന്നു. അപ്പോൾ പിന്നെ സൂലിങ്ങുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി ഒരുമിച്ച് മുന്നോട്ട് പോവുക മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള വഴിയെന്ന് ഷെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് ഷിയു മീറ്റിംഗ് പിരിച്ചുവിടുന്നു. അന്ന് രാത്രിയായിട്ടും വേറെ ഏതെങ്കിലും സപ്ലയറെ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ഹൂഷു. അതുകൊണ്ട് തന്നെ അവൾ പോകാൻ വൈകുന്നു. ഷിയു പോകാനായി ഇറങ്ങിയപ്പോഴും അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക എന്ന ഹൂഷു അവൻ വന്ന് എന്നൊന്നും അറിഞ്ഞിട്ടില്ല.
കുറേ കഴിഞ്ഞപ്പോൾ എന്തോ കണ്ടുപിടിച്ച സന്തോഷത്തോടെ അവൾ ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ അവളുടെ പുറകിൽ നിൽപ്പുണ്ടായിരുന്ന ശിവൻ്റെ മുഖത്തേക്ക് അവളുടെ തല ചെന്നിരിക്കുന്നുണ്ട്. അവന് നന്നായി വേദനിക്കുന്നു. ആ സമയത്താണ് ഹൂഷു അവനെ കാണുന്നത്. അവൾ കുറച്ച് ഐസൊക്കെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് വന്ന് അവന് വേദന കുറയ്ക്കാനായി മസാജ് ചെയ്യാൻ നൽകുന്നുണ്ട്. അതിനുശേഷം താനൊരു കമ്പനിയെ കണ്ടുപിടിച്ച കാര്യം അവനോട് പറയുന്നു. ഇതൊരു ചെറിയ കമ്പനിയാണ്, പക്ഷേ തങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചേക്കും എന്നവൾ അറിയിക്കുന്നു. പക്ഷേ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടത്ര വലിയ രീതിയിൽ ആ സാധനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. അതിനെപ്പറ്റി കൂടി ചിന്തിക്കണം എന്നുള്ള കാര്യം ഷിയോ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ കൊണ്ട് പ്രയോജനമുണ്ടാവാൻ സാധ്യതയില്ല എന്ന് അവൻ അറിയിക്കുന്നു. അവൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി അവൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്നറിഞ്ഞ് അവൻ്റെ കയ്യിലിരുന്ന ഐസ് അവൾ വാങ്ങി അവളുടെ തലയിൽ വെക്കുന്നുണ്ട്. അവൻ കരുതിയത് നേരത്തെ തല ഇടിച്ചപ്പോൾ അവൾക്ക് വേദനിച്ചിട്ടുണ്ടാവുമെന്നാണ്. അതുകൊണ്ടല്ല, ഒരു സൊല്യൂഷൻ കിട്ടാത്തതുകൊണ്ടാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവന് ചിരി വരുന്നു. എന്തായാലും ഇന്നിപ്പോൾ സമയം ഇത്രയും വൈകിയില്ലേ, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സാവോയുടെയും വാങ്ങിൻ്റെയും 2ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. അവൾ ഒരു കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവനെ വെയിറ്റ് ചെയ്ത് കുറേ സമയം ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ബിസിനസ് ഡിന്നർ ഉണ്ട്, അതുകൊണ്ട് വരാൻ വൈകും എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് അയച്ചത്. അങ്ങനെ അവൾക്ക് നിരാശയായിട്ട് കിടന്നുറങ്ങേണ്ടി വരുന്നു. അന്നത്തെ ദിവസം പോലും അവൻ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കായത് അവളെക്കുറിച്ച് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ അവൻ അടുത്ത് കിടപ്പുണ്ടായിരുന്നിട്ടും അവൾ അധികം മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഫോണിൻ്റെ അലാറം അടിച്ചിരുന്നതിനാൽ അവനും അധികം വൈകാതെ എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ വരുന്നുണ്ട്. സാവോ നല്ല ദേഷ്യത്തിലായിരുന്നെങ്കിലും അവൻ എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവൾക്കൊരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റൊക്കെ നീട്ടിയപ്പോൾ അവളുടെ ദേഷ്യമൊക്കെ മാറുന്നു. അങ്ങനെ അവൾ ചെന്നത് വാങ്ങി നോക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിച്ച ഒരു കപ്പായിരുന്നു അത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാണ് എന്നവൻ പറയുന്നു. അവൻ തങ്ങളുടെ ആനിവേഴ്സറി മറന്നില്ലല്ലോ എന്നുള്ളത് തന്നെ അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ തൽക്കാലം ഇണക്കമൊക്കെ അവസാനിപ്പിക്കുന്നു. ഹൂഷു അടുത്ത ദിവസം രാവിലെ തന്നെ ആ സപ്ലയറെ അന്വേഷിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ കമ്പനി ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത് കണ്ടുപിടിക്കാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ടാക്സി പോലും അവൾ പറഞ്ഞ സ്ഥലത്ത് വരെ എത്തുമായിരുന്നില്ല. അത്രയ്ക്ക് റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അതിൻ്റെ ലൊക്കേഷൻ. അതുകൊണ്ട് അവൾക്ക് ടാക്സിയിൽ നിന്ന് ഇറങ്ങി കുറേ നടക്കേണ്ടി വരുന്നുണ്ട്. വഴിയിൽ കണ്ട പലരോടും അവൾ ആ സ്ഥലത്തെപ്പറ്റി അന്വേഷിച്ചെങ്കിലും ആർക്കും അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ലൊക്കേഷൻ വെച്ച് കുറേ ചുറ്റിത്തിരിയേണ്ടി വരുന്നുണ്ട്. അവസാനം ഒരു വിധത്തിൽ അവൾ ആ സ്ഥലം കണ്ടുപിടിക്കുന്നു. അവിടെ വളരെ ചെറിയൊരു ബിൽഡിങ്ങാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇറങ്ങി വന്ന ആളിനെ കണ്ടപ്പോൾ അതായിരിക്കും അതിൻ്റെ ബോസ് എന്ന് കരുതി അവൾ തൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നു. അപ്പോഴാണ് താൻ അവിടുത്തെ സെക്യൂരിറ്റിയാണ്, പുറത്ത് നിന്ന് മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് അതിൻ്റെ ബോസ് എന്ന് അയാൾ പറഞ്ഞത്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ തൻ്റെ വരവ് വെറുതെ ആവുമോ എന്ന് ഹൂഷു ചിന്തിക്കുന്നുണ്ട്. സാവോ അന്ന് വൈകിട്ട് വാങ്ങാനുള്ള ഫുഡുമായിട്ട് അവൻ്റെ ആ സ്റ്റാർട്ടപ്പ് കമ്പനിയിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അവിടെ ഏതോ ബിസിനസ് ഡീലിംഗ് ഒക്കെ നടന്നിട്ട് അതൊക്കെ പുറത്തേക്ക് പോകുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സുമായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അവൻ ജോലി റിസൈൻ ചെയ്തു എന്നുള്ള കാര്യം അവൾ അറിയുന്നത്. അവരുടെ വായിൽ നിന്ന് അബദ്ധത്തിൽ വീണ് അത് അവൾ അറിഞ്ഞതോടെ അവൻ അതിനെപ്പറ്റി അവളോട് തുറന്ന് പറയുന്നു. അവൻ റിസൈൻ ചെയ്തത് സാവോയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല. കാരണം മുമ്പ് പലതവണ അവൾ തന്നെ അവനോട് ആ ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം അങ്ങോട്ട് തന്നെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അവൻ ഇക്കാര്യം തൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത് അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയ ശേഷം മാത്രം അവളോട് പറയാമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത്. ഹാൻഡ് ഓവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവർ ഏതോ വലിയ കമ്പനിയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ അവരുമായിട്ടൊരു ഡീൽ ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വലിയ വീടും വലിയ കോഫി ഷോപ്പും ഒക്കെ വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ അവൻ പറയുന്നു. സത്യത്തിൽ സാവോയ്ക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ വലിയ വീട് വേണമെന്നുള്ളതൊക്കെ അവൻ്റെ ആഗ്രഹമാണ്. അവളിപ്പോൾ ചിന്തിക്കുന്നത് അവനിങ്ങനെ വീണ്ടും ബിസിനസ് കാര്യങ്ങളുമായിട്ട് തിരക്കിലായി കഴിഞ്ഞാൽ അവനെ വീണ്ടും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. എന്നാലും അവൾ അതിനെപ്പറ്റി വലിയ പരാതിയൊന്നും പറയുന്നില്ല. പിന്നെ അവനിങ്ങനെ സോറിയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ തൽക്കാലം അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് ഷിയു കിടക്കാനായി തയ്യാറെടുത്തത്. ആ സമയത്താണ് താഴെ ഹൂഷു വന്ന് വാതിൽ തുറക്കുന്ന സൗണ്ട് അവൻ കേട്ടത്. ഇത്രയും സമയം അവൾ എവിടെയായിരുന്നു എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ 7 മണിയായപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൾ അവിടെയും ഉണ്ടായിരുന്നില്ല. അവൾ പോയി കഴിഞ്ഞിരുന്നു. അവൾ ഇത്ര തിരക്ക് പിടിച്ച് എന്ത് ജോലിയിലാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അന്നും ഹൂഷു തലേ ദിവസം പോയ അതേ സ്ഥലത്തേക്ക് തന്നെയായിരുന്നു പോയത്. അവൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ എന്തോ ഡീലൊക്കെ ഉണ്ടാക്കി വൈകുന്നേരമായപ്പോഴാണ് അവൾക്ക് മടങ്ങാൻ സാധിച്ചത്. എന്തായാലും തിരികെ പോകാനൊരു ടാക്സി അവൾക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്താണ് ലൈമാൻ്റെ സെലിബ്രേഷൻ ബാങ്കറ്റ് തുടങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞ് സുന അവളെ വിളിച്ചത്. അവൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ എത്തുമെന്ന് അവൾ അറിയിക്കുന്നുണ്ട്. ഷിയുവും ആ വിരുന്നിനെത്തുന്നു. അവനിപ്പോൾ അവിടുത്തെ സെലിബ്രിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പല ഹൈ ലെവൽ കമ്പനികളുടെ ഓണർമാരും അവനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ സിംഗിളാണ് എന്ന് അറിഞ്ഞപ്പോൾ തങ്ങളുടെ പെൺമക്കളെ അവനുമായി പരിചയപ്പെടുത്താനും അവർ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഷീവിന് ചുറ്റും പെൺകുട്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും അവനുമായിട്ട് പരിചയപ്പെടാനും അവനോട് അടുപ്പം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ശ്രമത്തിലാണ്. ഷീവിൻ്റെ ഇടയിൽ ആകെ പെട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഹൂഷു ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൾ വന്നത് ആദ്യം കാണുന്നത് അതിനടുത്തൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്ന ഷിന്നായിരുന്നു. രാവിലെ പോയ
വേഷത്തിൽ ആകെ അലഞ്ഞിരിഞ്ഞുള്ള കോലത്തിലാണ് അവൾ വന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് ഗെയിമിനുള്ളിൽ ഷിന്നിനെ രക്ഷിക്കാൻ വന്നതുപോലെ ഇവിടെയും അവനെ രക്ഷിക്കാനുള്ള വെപ്രാളത്തോടെയാണ് അവളെ ഓടി വന്നിരിക്കുന്നതെന്ന് അവൻ കളിയാക്കി ചോദിക്കുന്നുണ്ട്. തൻ്റെ കയ്യിലുള്ള ബാഗിലേക്ക് തൊട്ടുകൊണ്ട് ശരിക്കും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഹൂഷു പറയുന്നു. അപ്പോഴേക്കും ഷോയുവാൻ അവളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഷോയുവാനൊപ്പം അകത്തൊരു റൂമിലേക്ക് പോകുന്നു. അവിടെ ഹൂഷുവിനെ ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ധരിച്ച് നല്ല വൃത്തിയായിട്ട് റെഡിയായി എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ ഷോയുവാൻ അവളോട് പറയുന്നു. ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഹൂഷു ആകെ അമ്പരക്കുന്നുണ്ട്. കാരണം അത്ര വിലപിടിപ്പുള്ള വളരെ നല്ലൊരു ഡ്രസ്സായിരുന്നു അത്. മുമ്പ് ഷിയു ആ ഷോപ്പിംഗ് മാളിൽ വെച്ച് ഒരു പ്രതിമയിലിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് കുറേ സമയം നോക്കി നിന്നിരുന്നല്ലോ, അതായിരുന്നു അത്. അതൊക്കെ ധരിച്ച് ഹൂഷു ആ ഹാളിലേക്ക് വന്നപ്പോൾ ശരിക്കും ഒരു പ്രിൻസസിനെ പോലെ ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് ഷിന്നാണ് എന്ന് തോന്നുന്നു. ഹൂഷു ഇത്ര സുന്ദരിയാണ് എന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോഴേക്കും ഷിയുവും അവളെ കാണുന്നു. അവൾ നേരെ അവൻ്റെ അടുത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അവനും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്ന പെൺകുട്ടികളൊക്കെ ഇവൾ ആരാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. താൻ അവൻ്റെ അസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഹൂഷു അവരെ പരിചയപ്പെടുന്നു. അടുത്തതായി അവനൊരു സ്പീച്ച് നൽകാനുള്ളത് കൊണ്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ നൈസായിട്ട് അവനെ അവിടെ നിന്ന് എക്സ്ക്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഷോയുവാൻ്റെയും സുനിൻ്റെ അടുത്തേക്കാണ് അവർ പോയത്. അവളെ കൊണ്ടല്ലാതെ അവരുടെ ഇടയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ആർക്കും പറ്റില്ലായിരുന്നുവെന്ന് അവർ അവളെ പുകഴ്ത്തി പറയുന്നു. ഹൂഷു അപ്പോഴും ഒരു ഫയൽ തൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവരെ കാണിച്ചിട്ട് 2 ദിവസം മുമ്പ് അവൾ തപ്പിപ്പിടിച്ചൊരു സപ്ലയർ കമ്പനിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അന്ന് ആ കമ്പനി ചെറുതാണെന്ന് പറഞ്ഞ് ഷിയു അത് നിരസിച്ചെങ്കിലും ആ കമ്പനിയെ പറ്റി അന്വേഷിക്കാനായിരുന്നു ഹൂഷു പോയത്. അവൻ പറഞ്ഞതുപോലെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയൊക്കെ കുറവാണെങ്കിലും തങ്ങൾ കൊടുക്കാനുള്ള പണം മുൻകൂറായി കൊടുക്കാമെങ്കിൽ തങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ വേണ്ട മെറ്റീരിയൽ ഉണ്ടാക്കി നൽകാൻ അവർ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നത് അയാൾ അവരോട് പറയുന്നു. ഇതിനു വേണ്ടിയിട്ടായിരുന്നു അവൾ 2-3 ദിവസമായിട്ട് ഉറക്കമില്ലാതെ ഓടി നടന്നതെന്ന് അറിഞ്ഞപ്പോൾ ഷിയുവും ഷോയുവാനും ഒക്കെ ശരിക്കും അമ്പരക്കുന്നുണ്ട്. പക്ഷെ അവൾക്കൊരു മറുപടി നൽകാനുള്ള സമയം അവന് കിട്ടുന്നില്ല. അതിന് മുമ്പ് തന്നെ ലൈമാൻ്റെ CEO ഷിയെ ഒരു സ്പീച്ച് നൽകുന്നതിനായി സ്റ്റേജിലേക്ക് കയറുന്നതിനാൽ അവർക്കെല്ലാം അത് ശ്രദ്ധിക്കേണ്ടി വരുന്നു. അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചിട്ട് ഷിയുവിനെ അടുത്തായി സംസാരിക്കാൻ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഷിയു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുന്ന സമയത്താണ് തങ്ങളുടെ ഈ പ്രോജക്റ്റ് തനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓൾറെഡി സൂലിങ്ങുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു, അതിൻ്റെ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു, തങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അവൻ അനൗൺസ് ചെയ്യുന്നത്. ഹൂഷുവിന് ഇത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഇങ്ങനെ സൂലിങ്ങുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനായിരുന്നെങ്കിൽ അവൾ ഇത്ര കഷ്ടപ്പെട്ട് പുതിയൊരു സപ്ലയറെ കണ്ടെത്തേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ 2 ദിവസത്തെ അവളുടെ കഷ്ടപ്പാട് വെറുതെ ആയതുപോലെ ആയിരിക്കുന്നു. ഷിൻ ഏതോ വലിയ കാര്യം നേടിയെടുത്ത സന്തോഷത്തിലാണ്. എല്ലാവരും വീണ്ടും പാർട്ടിയുടെ തിരക്കിലാവുന്നുണ്ടെങ്കിലും ഹൂഷു മാത്രം താൻ ചെറുത്ത് മാറി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ അറിഞ്ഞ വാർത്ത അവൾ അത്രയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. ഷോയുവാൻ അവളുടെ അടുത്തേക്ക് എന്നിട്ട് ഈ വിരുന്നിന് വരുന്നതിന് കുറച്ച് മുമ്പാണ് ഷിയു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതായി ഞാനും അറിഞ്ഞത്. ആദ്യം എന്നെയും അതിൽ ബന്ധപ്പെടുത്തിയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതല്ലാതെ മറ്റു വഴികൾ മുന്നിലില്ല, അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. ഹൂഷു തനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയതുപോലെ സമ്മതിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അവൾക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ദേഷ്യം അവൾ ഫുഡിനോടാണ് തീർത്തത്. വാശിയോടെ കേക്കൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷിൻ അവളുടെ അടുത്തേക്ക് വന്നത്. അവൾ കുറച്ചു മുമ്പ് അറിഞ്ഞു തിരിഞ്ഞ് വന്നത് ആ മെറ്റീരിയലിൻ്റെ സപ്ലയറെ അന്വേഷിച്ച് പോയിട്ടാണ് എന്ന് ഷിൻ ഊഹിച്ചിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ അതിന് ശ്രമിക്കുന്നതിനെ പറ്റിയൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. ഈ ഫീൽഡിലെ ഏറ്റവും നല്ല സപ്ലൈസിനെയെല്ലാം ഞങ്ങളുടെ കമ്പനി ഡീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള മോശം ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ, അതുകൊണ്ട് വെറുതെ ശ്രമിക്കാമെന്നേ ഉള്ളൂ എന്നൊക്കെ അവൻ ആദ്യമേ തന്നെ പറയുന്നു. ഷിയു തങ്ങളുമായി ഡീലുണ്ടാക്കിയതിന് എവിടെ എപ്പോൾ ആരുടെ മുന്നിൽ തലകുനിക്കണം ആരുടെ മുന്നിൽ തലകുനിക്കണം എന്നൊക്കെ അവന് നന്നായി അറിയാമെന്നും അവൻ ഷിയുവിനെ മോശമാക്കുന്ന രീതിയിൽ പറയുന്നു. പക്ഷേ ഹൂഷുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ എത്ര ഗമയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും ഷിയുവായിട്ട് അങ്ങോട്ട് ഈ ഡീലുണ്ടാക്കിയൊന്നും അല്ലല്ലോ, അവൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ടതല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഷിൻ ആയതുകൊണ്ട് തന്നെ അവനാണ് ശരിക്കും തങ്ങളുടെ മുന്നിൽ തലകുനിച്ചത് എന്നുള്ള രീതിയിൽ അവൾ തിരിച്ചും പറയുന്നുണ്ട്. ഷിൻ അവളോട് ഒരുപാട് തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. അവൾ പറഞ്ഞത് സമ്മതിച്ചതുപോലെ അവസാനം ആ വിഷയം അവൻ അവസാനിപ്പിക്കുന്നു. അപ്പോഴേക്കും അവിടെ എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാനായിട്ട് ഷിൻ അവളെ ക്ഷണിക്കുന്നു. ഹൂഷുവിന് അതിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവനിങ്ങനെ അവളെ ക്ഷണിച്ച സമയത്ത് ഷിയു ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നു. ഹൂഷു കൈ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോടെ ഷിയു ആകെ ടെൻഷനായിട്ടാണ് നോക്കുന്നത്. ആ നോട്ടം കണ്ടപ്പോൾ ഷിയുവിനോടുള്ള ദേഷ്യം തീർക്കാൻ നിന്നോണം ഹൂഷു ഷിന്നിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഷിയുവിന് അത് തടഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും അവൻ ലൈമാൻ്റെ ഓണറുടെ അടുത്ത് നിൽക്കുന്നതിനാൽ അവൻ അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഷിന്നും ഹൂഷുവും കൂടി ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഹൂഷുവിന് അവൻ്റെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അവൾക്ക് ഡാൻസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതെന്നാണ് അവൻ വിചാരിച്ചത്. ആദ്യമായിട്ടാണോ ഡാൻസ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. പക്ഷേ അവൾ ഇതിന് മുമ്പ് ഷിവിനൊപ്പം ഗെയിമിൽ വെച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ആദ്യമായിട്ടല്ല. അവൻ്റെ ഡാൻസ് ശരിയല്ലാത്തതുകൊണ്ടാണ് തനിക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ പറ്റാത്തതെന്ന് അവൾ പറയുന്നു. ഷീവിന് ഇവരിങ്ങനെ ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് തീരെ അസൂയ തോന്നുന്നതേയില്ല. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറിയിട്ട് ഇനി അടുത്തതായിട്ട് നമ്മളോട്
ഷിൻ കുറച്ച് സംസാരിക്കും എന്ന് പറഞ്ഞ് അവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷിന്നിന് അപ്പോഴേ കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്നാലും വേദിയിലേക്ക് ക്ഷണിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ അവൻ പോയി എന്തൊക്കെയോ സ്പീച്ച് നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഷോയുവാൻ ഹൂഷുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ആ ഡ്രസ്സ് പ്രിപ്പയർ ചെയ്തത് അവരാണ് എന്നാണ് ഹൂഷു ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അതിന് താങ്ക്സ് പറഞ്ഞപ്പോൾ ഇത് ഞാനല്ല ഷിയു ആണ് റെഡിയാക്കിയത് എന്ന് ഷോയുവാൻ അവളെ അറിയിക്കുന്നു. അത് ഹൂഷുവിനൊരു സർപ്രൈസ് ആയിരുന്നു. മനസ്സ് ഒട്ടും ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അധിക സമയം ആ പാർട്ടി നടക്കുന്നിടത്ത് നിൽക്കാതെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിയുവും അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നല്ല തണുപ്പുള്ളത് കൊണ്ട് അവൻ തൻ്റെ കോട്ടൂരി അവൾക്ക് ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹൂഷുവിന് ഇപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യം അവൾ കുറച്ച് മസിൽ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ സോറിയൊക്കെ പറഞ്ഞപ്പോൾ എപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് അവൾ ചോദിക്കുന്നു. ശരിക്കും അവൻ നേരത്തെ തന്നെ ഷിന്നിനെയും കൂടി വിളിച്ചുകൊണ്ട് ഷിയെ പോയി കണ്ടിരുന്നു. തങ്ങൾ ബ്രദേഴ്സാണ്, ഒരു ഫാമിലിയാണ് എന്നുള്ള കാര്യമൊക്കെ അവനപ്പോൾ തുറന്ന് പറയുകയും ചെയ്തിരുന്നു. അത്ര വലിയൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിട്ടും അവരുടെ സോഴ്സസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന അവരുടെ കഴിവിനെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയായിരുന്നു അവനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ ഇക്കാര്യം അവളോട് പറയാതിരുന്നതിന് അവൻ വീണ്ടും സോറി പറയുന്നു. അവൻ സുലിങ്ങിൻ്റെ മുമ്പിൽ തലകുനിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അവൾ ഇത്ര കഷ്ടപ്പെട്ട് വേറൊരു സപ്ലയറെ അന്വേഷിച്ച് പോയത്. അതിനും അവൻ താങ്ക്സ് പറയുന്നുണ്ട്. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അവസാന മാർഗമായിരിക്കില്ല, ഇതിവിടെ വളരെ അത്യാവശ്യമായതുകൊണ്ടായിരിക്കും എന്ന് തനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് അവൾ പറയുന്നു. എന്തായാലും അവളുടെ ദേഷ്യമൊക്കെ മാറിയതിൽ അവനും ഹാപ്പി ആവുന്നുണ്ട്. അത്ര നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നതുകൊണ്ടാണ് ദേഷ്യമൊക്കെ മാറിയതെന്ന് ഹൂഷു ചിരിയോടെ പറയുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു. ഹൂഷു ആ ഡ്രസ്സ് വളരെ സ്പെഷ്യലായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുമുണ്ട്. അന്ന് രാത്രി ഷിയുവിൻ്റെ അമ്മ അവനെ വിളിച്ചിട്ട് അവനിങ്ങനെ ഷിന്നിനൊപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനമെടുത്തത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട്. അവന് പക്ഷേ അതത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എന്നാലും തിരിച്ചൊന്നും പറയുന്നില്ല.